ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു വണ്ടിയാണ്. ഇത് മിസ്തുബിഷി ഡെസ്റ്റിനേറ്റർ. അപ്പം ഇത് 1.5 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ടെർബോ എഞ്ചിനാണ്. അപ്പം ഇത് അവരുടെ പുതിയ മോഡലാണ്. നമ്മുടെ ദുബായിൽ റോഡിൽ അധികമൊന്നും കാണാറില്ല. 7 സീറ്ററാണ് ഈ വണ്ടി. അപ്പോൾ ഞാൻ ഒരാഴ്ച ഈ വണ്ടി ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. നല്ല നട്ടുച്ച വെയിലാണ്. ഫ്രണ്ടിൽ ഫുൾ LED ആണ്. ഡേ ലൈറ്റും വരുന്നുണ്ട് വിത്ത് ഫോഗ് ലാമ്പ്. ഇത് ബേസ് മോഡലാണ്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് 79,000 ആണ് എക്സ്-ഷോറൂം പ്രൈസ്. ഇവർക്ക് 3 വേരിയൻ്റ് ഉണ്ട്. കറക്റ്റ് പ്രൈസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇപ്പം നമ്മുടെ ഷോറൂമിൽ നിന്ന് അറിഞ്ഞത് ഈ വണ്ടി അത്ര അവൈലബിൾ അല്ല. ഇതിപ്പം ഈ വാറൻ്റി ഒക്കെയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവരുടെ കയ്യിൽ മിഡ് വേരിയൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. ബേസും ടോപ്പും അവൈലബിൾ അല്ല. ഓക്കെ, നമുക്കിനി ഇൻറ്റീരിയറിലൊന്ന് കാണാം. ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്. അപ്പം ഞാൻ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്കിത് ഓക്കെ, ബ്രേക്ക് പിടിക്കണമായിരുന്നു. പുഷ് സ്റ്റാർട്ടാണ്. നല്ല സ്മൂത്തായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് ആണ്. കിലോമീറ്റർ ടു ഇതിലെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതിൽ ആൻഡ്രോയിഡും ആപ്പിളും സപ്പോർട്ട് ചെയ്യും. വയർഡാണ്, വയർലെസ് അല്ല. പിന്നെ ഇവിടെ 2 അനലോഗും പിന്നെ അകത്ത് ഇടയ്ക്കൊരു ചെറിയൊരു ഡിസ്പ്ലേയും കാണാം. പിന്നെ 6 സ്പീക്കറാണ് വരുന്നത്. യമഹയുടെ അല്ല, അത് നിങ്ങൾ ടോപ്പ് എടുക്കുമ്പോൾ യമഹയുടെ സ്പീക്കർ വരും. ഇതിപ്പം യമഹ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ സെറ്റപ്പ്. പക്ഷേ സ്പീക്കർ അത് അൺനോൺ ബ്രാൻഡാണ് ഞാൻ നോക്കിയിട്ടത് ഏത് ബ്രാൻഡാണെന്ന് അവർ കാണിക്കുന്നില്ല സ്പെക്ടെക്കിനകത്ത്. സീറ്റ് ലെതറല്ല, ഇത് ഫാബ്രിക്കാണ്. ഡോർ സൈഡിലുള്ള ബട്ടൺസും അതിൻ്റെ ഫങ്ഷൻസൊക്കെയാണ്. സൈഡ് മിറർ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റും. ഇത് ഇതിൻ്റെ മിഡിലുള്ള സീറ്റാണ്. ഇതിൽ സൺറൂഫ് വരുന്നില്ല. അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ബാക്കിലെ സീറ്റ് ഞാനത് മടക്കി വെച്ചിരിക്കുക. അത് ഞാൻ ഫോൾഡ് ചെയ്ത് വരത്തില്ല. ഇവിടെയും എൻ്റെ AC വരുന്നുണ്ട്. രണ്ട് USB പോർട്ടും വരുന്നുണ്ട്. ഒന്ന് Type C ആണ്, മറ്റൊന്ന് USB. സീറ്റ് മടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇവിടെ ഒരു ലിവറുണ്ട്. അത് പിടിക്കുമ്പോൾ അങ്ങോട്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിങ്ങനെ ചെയ്യാം. എന്നിട്ട് ഇത് ബാക്ക് സീറ്റാണ്. ഇവിടെ നല്ല ഇവിടെ AC യുടെ വെൻ്റ് ഉണ്ട്. അപ്പം
ഇത് കൊള്ളാം. അത്യാവശ്യം ബഡ്ജറ്റ് 80,000 നിങ്ങൾ 7 സീറ്റർ വണ്ടി എന്ന് പറയുന്നത് ഓക്കെ. ഇനി നമുക്കിതിൻ്റെ ഡിക്കി ഓപ്പൺ ആക്കാം. ഡിക്കി നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാം, അപ്പോൾ കുറച്ചുകൂടെ സ്പേസ് കിട്ടും ബൂട്ട്. സത്യം പറഞ്ഞാൽ ഇത് ഓൾ റൗണ്ട് വണ്ടിയാണ്. ഇത് നമുക്ക് ഇതിനകത്ത് നല്ല ബൂട്ട് സ്പേസ് ഇപ്പോൾ ആയിട്ടുണ്ട്. 7 സീറ്ററായിട്ട് ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് ലഗേജ് കയറ്റാൻ ബാക്കിലെ സീറ്റ് മടക്കി വെച്ച് ഇങ്ങനെ ഉപയോഗിക്കാം. ഇത് കീലെസ് എൻട്രി ആണ്, അതാണ് ഈ സൗണ്ട് കേൾക്കുന്നത്. കീ എൻ്റെ പോക്കറ്റിലാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം വണ്ടിയിലോട്ട് വരാം. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെ ഒരാഴ്ച എൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, വണ്ടി 1.5 ക്യൂബിക് കപ്പാസിറ്റി ഉള്ള ഒരു ടെർബോ എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ നല്ലപോലെ കാല് കൊടുത്ത് വിടുവാണെങ്കിൽ 10 താഴോട്ട് മൈലേജ് വരും. അത്യാവശ്യം ഒരു റീസണബിളായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ജെൻറ്റിലായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 15 വരെ കിട്ടുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വയ്ക്കുവാണെങ്കിൽ. ഞാൻ ചെക്ക് ചെയ്ത് ടാങ്ക് ടു ടാങ്ക് ആണ്. അപ്പം ഇത്രയാണ് ഈ വണ്ടിയെക്കുറിച്ചുള്ള എൻ്റെ ഇത്. എൻ്റെ പ്രൈമറി കാർ ടൊയോട്ടയാണ്, കൊറോള ക്രോസ് ആണ്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പം അത് 1.8 ഹൈബ്രിഡാണ്. അപ്പം ഡ്രൈവിംഗ് കംഫോർട്ട് എനിക്ക് അതിലാണ് തോന്നിയത്, ഇതിനെ അപേക്ഷിച്ച് ടൊയോട്ടയുടെ എഞ്ചിനെല്ലാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്നെ ഷെയറും സബ്സ്ക്രൈബും ലൈക്ക് ബട്ടണൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ഇതിലും കൂടുതൽ വീഡിയോ ഞാൻ കൊണ്ടുവരുന്നുണ്ട്.